പരിണാമമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. ഭരണവർഗം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റുകൾ എന്നുള്ളതല്ല. ഭരണവർഗം കൈയടക്കി വെച്ചിട്ടുള്ള ചില മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം തൊടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതാണ് കാര്യം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ വളർന്നിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് പിൻവാങ്ങി ഒരു സമതലത്തിലേക്ക് എത്തുന്നതും സമഭാവനയോടുകൂടി നീങ്ങാനുള്ള ശ്രമം നടത്തുന്നതും എല്ലാ വിഭാഗങ്ങൾക്കും നല്ലതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി 62 വർഷം കഴിഞ്ഞു. 63ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പല വിധത്തിൽ ഈ സ്വാതന്ത്ര്യം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന്, കീഴാള ജാതികളിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നുവെച്ചാൽ 62 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ പൂർവികന്മാർ, മുത്തച്ഛന്മാർ, പിതാമഹന്മാർ അവരുടെ ജീവനും രക്തവും നൽകി നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം ചില ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കുത്തകയാക്കി വെക്കുകയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഏതാനും വർഷങ്ങളിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ ഭരണത്തിലേറ്റാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് മാത്രമായി നിലകൊള്ളുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരു പാറാവ് സംഘമാക്കി മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം ബാധ്യതയായി കരുതുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് ഞങ്ങൾ പറയുകയാണ്. അതില്ല എങ്കിൽ അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈ രാജ്യത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും, ഈ രാജ്യത്തെ ദളിതുകളും, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളും, രാജ്യത്തിലെ ആദിവാസികൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ പാർശ്വവൽകൃത സമൂഹവും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഞങ്ങൾ പീഡിത ജനത, കീഴാള നിസ്വന്മാരായിട്ടുള്ള ആളുകൾ പരസ്പരം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്തബന്ധവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ്, ആ തിരിച്ചറിയലിന്റെ ഭാഗമായാണ് ഭായി തേജ് സിംഗ് ഇപ്പോൾ നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നാം രക്തബന്ധം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി പുതിയൊരു ഇന്ത്യക്ക് വേണ്ടിയുള്ള പുതിയൊരു ചലനാത്മകമായ ഒരു മുന്നേറ്റമാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്തെ കഴിഞ്ഞ 62 വർഷക്കാലത്തെ ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുള്ള മുഴുവൻ ഭരണകൂടങ്ങളും രാജ്യത്തെ ശിഥിലമാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും രംഗത്ത് ഈ പിന്നോക്ക പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനുള്ള ബോധപരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ശ്രീ VP സിംഗിന്റെ കാലത്തോ മറ്റോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തടയിടുന്ന വിധത്തിലുള്ള, ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്തുള്ള സവർണ ഫാഷിസ്റ്റുകളിൽ നിന്നും മറ്റ് സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സവർണ ലോബികളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ രീതി ഒരേ രീതിയിലായിരുന്നു അവർ ചലിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിവിടെ നമുക്കറിയാമല്ലോ, ഗ്രാമങ്ങളെടുത്തു നോക്കിയാൽ കുടിവെള്ളമില്ല, വിദ്യുച്ഛക്തിയില്ല,
അതേപോലെ തന്നെ അവരുടെ ചികിത്സക്കുള്ള സൗകര്യങ്ങളില്ല, റോഡുകളില്ല. അങ്ങനെ പ്രാഥമികമായി ഒരു മനുഷ്യന് ആവശ്യമായ യാതൊന്നും ലഭ്യമാകാത്ത ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തരഭാഗത്തും അതേപോലെ തന്നെ ദക്ഷിണ ഭാഗത്തുള്ള ചില സംസ്ഥാനങ്ങളിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടേക്ക് നമ്മുടെ സർക്കാരുകൾ എത്തിയിട്ടില്ല. ഇവിടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിലുള്ള അന്തരം വികസന കാര്യങ്ങളിൽ നിലനിൽക്കുന്നു. വികസനത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നമ്മുടെ പരിസ്ഥിതിയെ തെല്ലും മാനിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയുടെ സന്തുലനം ഒട്ടുമേ നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതേപോലെ വികസനത്തിന്റെ പേരിൽ ആളുകളുടെ നേരെ നിറയൊഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർഷകന്റെ നേരെ നന്ദിഗ്രാമിലും സിംഗൂരിലും ലാൽഗഡിലും അതേപോലെ മുത്തങ്ങയിലും ഒറീസയിലും ചെങ്ങറയിലും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത വിഭാഗങ്ങൾക്ക് വേണ്ടി, കുത്തകകൾക്ക് വേണ്ടി കർഷകനെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇടതിലും വലതിലും നിലനിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാവപ്പെട്ടവന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികൾ പാവപ്പെട്ടവന്റേതല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വിദേശകാര്യങ്ങളിലെ അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയുടെയും കൊലയാളികളായ ഇസ്രായേലിന്റെയും പിന്യാളുകളായി മാറുവാൻ വെമ്പൽ കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കഴിഞ്ഞ 50 വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു 25-30 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ വിദേശ നയം പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്തസ്സില്ലാത്ത വിദേശ നയമാണ് ഇന്ത്യ പുലർത്തിപ്പോരുന്നത്. ഇതിൽ നിന്ന് മാറ്റമുണ്ടാകണം. നമ്മൾ മറ്റ് രംഗങ്ങളിൽ എന്ന് പറയുമ്പോൾ ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കൂടുതലായി ദരിദ്രന്മാരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആളോഹരി വരുമാനം കൂടുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തൂക്കക്കുറവുള്ള കുട്ടികൾ ഇന്ത്യ രാജ്യത്താണ് അത്രേ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ അണുവിലും ഓരോ അംശത്തിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ചില അനക്കങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അനക്കത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ SDPI എന്ന പേരിൽ ഒരു പുതിയ നവജാഗരണത്തിൻ്റെതായ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഭായി തേജ് സിംഗിന്റെ അംബേദ്കർ സമാജ്വാദി പാർട്ടി പോലുള്ള സംഘടനകൾ തയ്യാറായി ഇരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്രിയാശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടിയുള്ള മുഴുവൻ ശ്രമങ്ങളിലും പങ്കാളികളാവുക, നമ്മുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ അവസാനമായി ഒരിക്കൽ കൂടി ഇവിടെയുള്ള നമ്മുടെ രക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് മുന്നാട്ട് മുഹമ്മദിനെയും സൈനുദ്ദീനെയും ഫസലിനെയും ഓർത്തുകൊണ്ട് ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് നിങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു അവർ നാട്ടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു എന്ന്. അതിപ്പോൾ നിങ്ങളുടെ പാട്ടല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ജീവസ്സുള്ള അന്തസ്സുള്ള ഒരു ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിന്റെ ശബ്ദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർന്നുകൊണ്ട് ഈ മൈതാനിയിൽ അംബേദ്കറിന്റെ നഗറിൽ ഇവിടെ അണിനിറഞ്ഞിരിക്കുന്നത്. ഇത് ഇനിയും വളരുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വളരുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും.